വലാ തഹ്ജുറ ഇല്ലാ ഫിൽ ബൈതി. ആണുങ്ങളോട് പറയുന്നു, എന്തെങ്കിലൊക്കെ പിണക്കങ്ങൾ ഉണ്ടെങ്കിൽ അത് മുറിയിൽ മാത്രം ഒതുങ്ങണം, കിടപ്പറയിൽ മാത്രം ഒതുങ്ങണം. ആ പിണക്കവും സൗന്ദര്യ പിണക്കവും ഇപ്പൊ നാട് നിങ്ങൾ അറിയാണ്. ചില വീടുകളില് ഭാര്യക്ക് ഒരടുപ്പ്, ഭർത്താവിനൊരടുപ്പ്. ഒരേ വീട്ടിൽ രണ്ടടുപ്പ്. ആ പിണക്കറിയാത്തൊരു ലോകത്താരെങ്കിലും ഉണ്ടാകും? ഭാര്യയും ഭർത്താവും പിണങ്ങി. എന്നാ പിന്നെ പിണങ്ങിയിട്ട് ഇയാള് ആ വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്ന ഭക്ഷണം വല്ലതും കഴിക്കാത്തോണ്ടോ? കഴിക്കുന്നുണ്ട്. എന്നാ പിന്നെ ഈ ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കി തരുന്ന സ്വന്തം കുടുംബിനിയോട് പിണക്കൊക്കെ മാറ്റിയിട്ട് നല്ല റാഹത്തോടുകൂടെ ജീവിക്കാൻ കരുതിയാൽ അത് അങ്ങനെ തന്നെയൊക്കെ നടക്കുള്ളൂ. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ പോയിക്കോട്ടെ. മസ്ലഹത്തിന് ആരെങ്കിലും വന്നാ സ്വീകരിക്കൂല. എന്തെങ്കിലൊക്കെ സൗന്ദര്യ പിണക്കുണ്ടെങ്കിൽ അതാ മുറിയിൽ ഒതുങ്ങണം. ഇപ്പുറത്തെ മുറിയിലേക്ക് അത് വരരുത്. മക്കളിലേക്ക് ആരിലേക്കും അത് വരരുത്. സുബ്ഹാനല്ലാഹ്, കുടുംബങ്ങളിലേക്കൊന്നും അത് അറിയരുത്. അറിയാത്ത രൂപത്തിൽ തന്നെ ആ പിണക്കങ്ങൾ മാറുകയും വേണം. അതിനാണ് സൗന്ദര്യ പിണക്കം എന്ന് പറയാം. ഉണ്ടായാല് അത്രേ പിണക്കുണ്ടാകാവൂ. അത് കുറച്ച് ഞങ്ങൾ എന്താ ഒന്നൊന്നും ഉണ്ടാത്തത്? അപ്പൊ എന്തോന്ന് സംഗതി ഉണ്ടായിക്കണല്ലോ, എന്താ ഒന്നും ഉണ്ടാത്ത? ഒന്നുമല്ല, ഇങ്ങനെ ഒരു സംഗതി ഉണ്ടായാലും എനിക്ക് ഉറപ്പാ നിങ്ങളതില് എന്തോ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവുന്നു. അത് സംഗതി അങ്ങനല്ല, അതിങ്ങനെ അങ്ങനെ എന്നാ പ്രശ്നമല്ല, കഴിഞ്ഞു. അത് അവിടെ കഴിഞ്ഞു. പിന്നെ അത് 1 മാസം 2 മാസം 1 കൊല്ലം 2 കൊല്ലം ഒന്നും ആകുന്നില്ല. ചിലര് ആലോചിച്ച് നോക്ക്, നിങ്ങള് വർഷങ്ങളോളം നീണ്ട പിണക്കങ്ങളാ. എന്നാ പിന്നെ കാര്യങ്ങളും ഉപകാരങ്ങളൊക്കെ അത് അതിന്റെ കൃത്യം പോലെ നടക്കുന്നുണ്ട്. വസ്ത്രങ്ങളൊക്കെ ആ വീട്ടിൽ നിന്ന് തന്നെ മാറുന്നത്, അത് സ്വന്തം ഇണ തന്നെ അലക്കുന്നത്, ആ വീട്ടിൽ തന്നെ വിശ്രമിക്കുന്നത്, കിടന്നുറങ്ങുന്നത്, ആ വീട്ടിൽ നിന്ന് തന്നെ ഭക്ഷണം കഴിക്കുന്നത്, കാര്യങ്ങളൊക്കെ തന്നെ. അതിനൊന്നും കുറവില്ല. പക്ഷെ മിണ്ടൂല. അങ്ങനെ പിണക്കങ്ങൾ ഉണ്ടാകാൻ പാടില്ല. വലാ തഹ്ജുറ ഇല്ലാ ഫിൽ ബൈത്ത്. തങ്ങൾ പറഞ്ഞു, പിണക്കം വരികയാണെങ്കിൽ ആ പിണക്കം വീട്ടിന്റെ ഉള്ളിൽ, ആ റൂമിന്റെ ഉള്ളിൽ നിന്ന് വേറൊരു മുറിയിലേക്ക് അത് നീങ്ങാൻ പാടില്ല. ആ വീട് വിട്ട് വേറെ വീട്ടിലേക്ക് അത് പോകാൻ പാടില്ല. അത്രയും കറക്റ്റായ രീതിയിലാകണം. സഹോദരങ്ങളെ, സ്വഭാവത്തിന്റെ സൗന്ദര്യമാണ് ഈ പഠിപ്പിച്ചത്.